നമസ്കാരം എല്ലാവർക്കും മാമൻസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പ്രിപ്പറേഷൻ ആണ്. പേര് പെരി പെരി സ്റ്റൈൽ ഗ്രിൽഡ് ചിക്കൻ. അപ്പൊ പെരി പെരി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഒരു തമാശ പേരായിട്ട് എല്ലാവർക്കും തോന്നുമെങ്കിലും ഇത് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചിക്കൻ പ്രിപ്പറേഷനിൽ ഒന്നാണ് പെരി പെരി. ചിലര് ഇതിനെ പിരി പിരി എന്ന് പറയും, ചിലര് പിലി പിലി എന്ന് പറയും. പക്ഷെ ഇത് സംഭവം അടിപൊളിയാണ്. ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ പെരി പെരി എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ ഈ കാന്താരി മുളകിന്റെ ആ ഒരു വെറൈറ്റിയിലുള്ള ഒരു മുളക് ആണ് ഈ പെരി പെരി മുളക് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചുണ്ടാക്കുന്ന ഒരു സോസിൽ കുക്ക് ചെയ്യുന്ന ഒരു ചിക്കൻ ആയതുകൊണ്ടാണ് ഇതിനെ പെരി പെരി ചിക്കൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ശരിക്കും ആഫ്രിക്കയാണ്. ആഫ്രിക്കയിൽ, സെൻട്രൽ ആഫ്രിക്കയിലും സദേൺ ആഫ്രിക്കയിലും ഒക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു മുളകാണിത്. അപ്പം ഇത് പോർച്ചുഗീസുകാർ പണ്ട് അവിടെ കോളനൈസ് ചെയ്ത സമയത്ത് അവരിതിനെ ലോകം മൊത്തം ഇത് പോപ്പുലറൈസ് ചെയ്യുകയും അങ്ങനെ പലരും ഇതിനെ ഒരു പോർച്ചുഗീസ് ഡിഷ് ആയിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും അതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ആഫ്രിക്ക തന്നെയാണ്. അപ്പം നമുക്ക് ഹിസ്റ്ററിയിൽ അധികം സമയം കളയണ്ട, നമുക്ക് നോക്കാം നമ്മുടെ പെരി പെരി സ്റ്റൈൽ ഗ്രിൽഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിക്കൻ ഞാനൊരു 3/4 തൈ പീസസ് എടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് നമ്മുടെ പെരി പെരി മുളക് വേണം. ഇതാണ് സാധനം. നമ്മുടെ കാന്താരി മുളക് പോലെയൊക്കെ ഇരിക്കും. പിന്നെ ചിലർ ഇതിന് ആഫ്രിക്കൻ ബേർഡ്സ് ഐ ചില്ലീസ് എന്ന് പറയും, പക്ഷെ ഇതെല്ലാം സാധനം ഒന്നാണ്. പിന്നെ കുറച്ച് തൈം വേണം, ഒരു 1/2 സവോള, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ഗാർലിക്ക്, പിന്നെ ഒരു ലെമൺ, കുറച്ച് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും സാധാരണ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ കുറച്ച് ഉപ്പും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ പെരി പെരി ഗ്രിൽഡ് ചിക്കൻ എന്ന് പറയുന്നത് അത് ശരിക്കും അതിനൊരു ഒരു സ്മോക്കി ഫ്ലേവർ, ഒരു പുകയുടെ ഒരു മണമുള്ള ഒരു പ്രിപ്പറേഷനാണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ചില്ലീസ് എല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് തീയിൽ കാണിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം ഒരു ചെറിയൊരു കമ്പിയിൽ കുത്തിയിട്ട് നമ്മൾ അടുപ്പിലൊന്ന് കാണിച്ചിട്ട് ചെറുതായിട്ട് അതിനെ ഒന്ന് പൊള്ളിച്ച് എടുക്കുവാണ്. മുളക് മാത്രമല്ല, ക്യാപ്സിക്കവും ഗാർലിക്കും പിന്നെ ഉള്ളിയും എല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കരിച്ചെടുക്കണം. ഒരു മിനിറ്റോളം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ മതി. അതിന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു വരും. ആ ഒരു ഫ്ലേവർ അത് വളരെ നല്ലതാണ് നമ്മുടെ ഈ ഡിഷ് റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ തന്നെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സൈഡും ഒന്ന് കരിച്ചെടുക്കുക. അപ്പോൾ അതുപോലെ നമുക്ക് ഉള്ളിയും ക്യാപ്സിക്കവും ഗാർലിക്കും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കരിച്ചെടുക്കുക. നമുക്ക് ഈ ബേർഡ്സ് ഐ ചില്ലി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലെ കാന്താരി മുളക് തന്നെ ഉപയോഗിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പച്ചമുളകില്ലേ, മലക്കറിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പച്ചമുളക്, അതിനകത്ത് ചില പഴുത്തതുണ്ടാവും, അതെടുത്തിട്ട് ചെയ്താലും മതി തൽക്കാലത്തേക്ക്. ഇപ്പം നമുക്ക് ഏകദേശം നന്നായിട്ടത് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ മുളകും ക്യാപ്സിക്കവും ഉള്ളിയും ഗാർലിക്കും എല്ലാം നന്നായിട്ടൊന്ന് തീയിൽ കാണിച്ച് വാട്ടി കരിച്ച് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു പേസ്റ്റ് ആക്കാനായിട്ട് ഞാൻ ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 50 ml വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതെങ്കിലും ഒന്ന് ഒഴിക്കുക. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണം. തൈം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക.
നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് നമ്മൾ ചിക്കനിലോട്ട് ചേർക്കുകയാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തൈമ്, പിന്നെ നമുക്ക് നാരങ്ങയുടെ ഈ തൊലി നമുക്കിതിനകത്ത് ചെറുതായിട്ട് ഇത് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണം. ലെമൺ സെസ്റ്റ്. അപ്പം അതൊരു നല്ലൊരു ഫ്ലേവർ തരും. ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് ലെമൺ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നാട്ടിലെ ചെറുനാരങ്ങ ആയിരുന്നാലും മതി. ആ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഇനി അതിൻ്റെ ജ്യൂസും കൂടെ കുറച്ച് പിഴിഞ്ഞൊഴിക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പം നമ്മൾ ഇതിനകത്ത് ഓയിൽ ചേർത്തത് കൊണ്ട് നമ്മളിത് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് വേറെ എക്സ്ട്രാ ഓയിലൊന്നും ചേർക്കുന്നില്ല. അപ്പം ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും വയ്ക്കണം. സാധാരണ ഒരു 24 hours ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ നമുക്കിപ്പം അത്രയും സമയമില്ലാത്തതുകൊണ്ട് മിനിമം ഒരു മണിക്കൂർ മാത്രമേ നമ്മളത് വയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ആയിക്കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം അത് ഗ്രില്ല് ചെയ്യാനായിട്ട് ഞാനൊരു ഗ്രിൽ പാൻ ഹൈ ഹീറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്രില്ല് ചെയ്യാം. നമുക്ക് ഏകദേശം 3 മിനിറ്റോളം ഓരോ സൈഡിലും കുക്ക് ചെയ്യണം. അതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സൈഡ് 3 മിനിറ്റോളം ആയി കഴിഞ്ഞു. നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചു വെച്ചിട്ട് നമുക്കിത് ഇനി അവനിലേക്ക് മാറ്റാം. അവൻ ഞാൻ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു 10 മിനിറ്റോളം അത് അതിനകത്തിരുന്ന് കുക്കായിക്കോട്ടെ. അപ്പോൾ ഈ ഗ്യാപ്പിൽ നമുക്കൊരു സിമ്പിൾ ക്യൂക്കമ്പർ സാലഡ് ഉണ്ടാക്കാം ചിക്കനോടൊപ്പം സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് നമുക്ക് ഒരു ക്യൂക്കമ്പർ, നമ്മുടെ നാട്ടിലെ സാലഡ് വെള്ളരി, അത് നെടുകയൊന്ന് കീറുക. എന്നിട്ട് അതിനകത്തുള്ള ഈ പൾപ്പെടുത്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് ഒരു പീലർ വെച്ചിട്ട് ചെറുതായിട്ട് നമുക്ക് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം. ഇതുപോലത്തെ തിന്നായിട്ടുള്ള സ്ട്രിപ്സ് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് പെപ്പർ, കുറച്ച് ലെമൺ ജ്യൂസ്,
കുറച്ച് ഒലിവ് ഓയിൽ. ഒരു സിമ്പിൾ ഡ്രസ്സിങ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സിമ്പിൾ ക്യൂക്കമ്പർ സാലഡ് റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ്റെയോടൊപ്പം സെർവ് ചെയ്യാം. അത് റെഡി ആയിക്കോട്ടെ. ഇപ്പം ഞാനൊരു 10-12 മിനിറ്റ് അവനിൽ കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ചിക്കൻ. അപ്പം അത് ഏകദേശം അല്ല, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്രിസ്പ് ആകാനായിട്ട് നമുക്കൊരു 2 മിനിറ്റ്സ് കൂടെ നമുക്ക് പാനിൽ കുക്ക് ചെയ്യാം. അപ്പോൾ സൈഡെല്ലാം നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഒരു 2 മിനിറ്റ്സ്, ഓരോ മിനിറ്റും ഓരോ സൈഡ് വെച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ പെരി പെരി സ്റ്റൈൽ ഗ്രിൽഡ് ചിക്കൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഉടനെ വരുന്നതാണ്. അപ്പൊ അതുവരേക്കും ഗുഡ് ബൈ.